ചാലിശ്ശേരി പൂരത്തിനിടെ ആനയിടഞ്ഞു. ആളുകൾ ചിതറിയോടിയെങ്കിലും ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട സർവേ നടപടികൾ പുരോഗമിക്കുന്നു. വടക്കാഞ്ചേരി ഒട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. സംസ്ഥാനതല മലയോര പട്ടയ വിവരശേഖരണത്തിന് തൃശൂരിൽ തുടക്കമായി. മലയോര പട്ടയ വിവരശേഖരണത്തിലൂടെ സംസ്ഥാനത്ത് സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പട്ടയ വിവരശേഖരണം നടന്ന വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് വീട്ടിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 52 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ശനിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. വാർത്തകൾ വിശദമായി. ചാലിശ്ശേരി പൂരത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ ചീരോത്ത് രാജീവാണ് ഇടഞ്ഞത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്നതിനിടെയാണ് കൊമ്പൻ ഇടഞ്ഞത്. ആന ഇടഞ്ഞതോടെ ആളുകൾ ചിതറിയോടിയെങ്കിലും ആർക്കും പരിക്കില്ല. എലിഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ചേർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആനയെ തളച്ചു. വടക്കാഞ്ചേരി ഒട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി നിർദ്ദേശിക്കപ്പെട്ട വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ രണ്ടാം ഘട്ട സർവേ നടപടികൾ തുടരുന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥ സംഘവും സ്ഥലം സന്ദർശിച്ചു. കരുതക്കാട് പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച് അകമലയിൽ അവസാനിക്കുന്ന രീതിയിലാണ് 5.6 കിലോമീറ്റർ ദൂരം ബൈപ്പാസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച വടക്കാഞ്ചേരി ബൈപ്പാസ് പദ്ധതിക്ക് കിഫ്ബി മുഖേന 20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് റെയിൽവേ മേൽപ്പാലത്തിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് പാലം നിർമ്മിക്കാൻ റെയിൽവേയുടെ അനുമതി ലഭിച്ചിട്ടില്ല. റെയിൽവേ ലൈൻ ഇരട്ടിപ്പ്, 3-4 പാളങ്ങൾ സ്ഥാപിക്കൽ എന്നീ നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ റെയിൽവേയുടെ ഭാഗത്തു നിന്നുമുള്ള തീരുമാനങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും. സർവേയ്ക്കും ഇൻവെസ്റ്റിഗേഷനും ശേഷം ബൈപ്പാസ് അലൈൻമെന്റ് പൊതുമരാമത്ത് വകുപ്പ് PP-യുടെ സ്ഥിരീകരിക്കുന്ന മുറയ്ക്ക് മേൽപ്പാലം നിർമ്മാണത്തിന്റെ പദ്ധതി റെയിൽവേ കൺസൾട്ടൻസിയായ റൈറ്റ്സ് നിർവഹിക്കുമെന്ന് ധാരണയായിട്ടുണ്ട്. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിന്ദു പരമേഷ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സജിത്ത് തുടങ്ങിയവർ MLA-ക്കൊപ്പം ഉണ്ടായിരുന്നു. മേൽപ്പാലം അവിടെ റെയിൽവേ ലൈനുകൾ രണ്ട് ഉയരത്തിലാണ് നിൽക്കുന്നത്, അറിയാലോ, അപ്പോൾ അതിലൂടെ ഒരു മേൽപ്പാലം എന്നത് റെയിൽവേ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയ നിർദ്ദേശം. എന്നാൽ റെയിൽവേക്ക് 4 വരി പാത വരുന്നു എന്നുള്ളതുകൊണ്ട് അതിൻ്റെ കൂടി DPR തയ്യാറാക്കിയിട്ടേ നമ്മുടെ ബൈപ്പാസിൻ്റെ അലൈൻമെൻ്റ് അനുസരിച്ചുള്ള മേൽപ്പാലത്തിൻ്റെ സ്ഥലം ഫിക്സ് ചെയ്ത് നൽകൂ എന്ന ഒരു നിലപാടിലായിരുന്നു റെയിൽവേ. മലയോര പട്ടയം വിവരശേഖരണത്തിലൂടെ കേരളത്തിൽ സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. മാന്നാമംഗലം വില്ലേജ് ഓഫീസിൽ നടന്ന മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അവകാശികളായ മുഴുവൻ പേരെയും ഭൂമിയുടെ ഉടമസ്ഥരാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. 2.5 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് 1.5 ലക്ഷം പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാരിന് മുന്നിൽ വനം, റവന്യൂ വകുപ്പുകൾ സംയുക്തമായി ഇടപെട്ടപ്പോൾ അർഹതയുള്ള എല്ലാവർക്കും ജോയിന്റ് വെരിഫിക്കേഷൻ നടത്താൻ പുതിയ അപേക്ഷകർക്ക് അനുവാദം ലഭിച്ചു എന്നും മന്ത്രി പറഞ്ഞു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ 2011-16 കാലഘട്ടത്തിൽ 19 പട്ടയങ്ങളാണ് നൽകിയത്. എന്നാൽ 2018-23 കാലഘട്ടത്തിൽ 2178 പട്ടയങ്ങൾ നൽകാൻ കഴിഞ്ഞത് സർക്കാരിന്റെ മികച്ച നേട്ടങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി ഉണ്ണികൃഷ്ണൻ, PP രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, ശ്രീവിദ്യ രാജേഷ്, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ്, ADM T മുരളി തുടങ്ങിയവർ പങ്കെടുത്തു.
അർഹതപ്പെട്ട ആളുകൾക്ക് മുഴുവൻ പട്ടയം കൊടുക്കാനുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ജോയിന്റ് വെരിഫിക്കേഷൻ ഇപ്പൊ കടലാസുള്ള പാവപ്പെട്ട ആളുകളെ മുഴുവൻ ഇതിൽ കൊടുത്താൽ പിന്നെ വീണ്ടും ജോയിന്റ് വെരിഫിക്കേഷൻ വേണ്ടി വരില്ല, സർവേ നടത്തി അങ്ങോട്ട് അയക്കാം. പക്ഷെ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയേ മതിയാകൂ. ഇതിന് അനുവാദം തരേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റ് അനുവാദം. തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പട്ടയത്തിന്റെ പേര് പറഞ്ഞ വിവരശേഖരണ മേള നടത്തുന്നത് റവന്യൂ മന്ത്രിയുടെ ആവർത്തിച്ചുള്ള തട്ടിപ്പുകളുടെ അടയാളമാണെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. സംസ്ഥാന പട്ടയ വിവരശേഖരണ മേള നടന്ന മാന്നാമംഗലം വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര ജനതയെയും സാധാരണക്കാരെയും ജീവിക്കാൻ അനുവദിക്കാതെ തട്ടിപ്പ് പരിപാടികൾ മാത്രം നടത്തുന്ന മന്ത്രിയെ വഴിയിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് DCC പ്രസിഡന്റ് പറഞ്ഞു. ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, സുന്ദരൻ കുന്നത്തുള്ളി, ജയ്ജു സെബാസ്റ്റ്യൻ, രവി പോലുവളപ്പിൽ, ഡേവിസ് ചക്കാലയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് അനധികൃത മദ്യവിൽപ്പന പിടികൂടി. എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. നാരായണമംഗലം പാറയ്ക്കൽ വീട്ടിൽ നിധിനാണ് എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് രക്ഷപ്പെട്ടത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 52 കുപ്പി മദ്യവും മദ്യവിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M. ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടി. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PV ബെന്നി, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ KS മന്മഥൻ, അനീഷ് E. പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ T. രാജേഷ്, AS റിഹാസ്, KM സിജാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ EG സുമി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. അനധികൃത മദ്യവിൽപ്പന നടത്തിയ 2 പേരെ കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം പിടികൂടി. കേച്ചേരി പട്ടിക്കര സ്വദേശി പുഴങ്ങരയില്ലത്ത് അബൂബക്കർ, വേലൂർ വേങ്ങശ്ശേരി ചിരിയങ്കണ്ടത്ത് വീട്ടിൽ എഡ്വിൻ എന്നിവരെയാണ് കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡ്രൈഡേ ദിനത്തിൽ പുലർച്ചെ എക്സൈസ് നടത്തിയ ഓപ്പറേഷൻ സോഡിയാക്കിൽ ആളൊഴിഞ്ഞ പറമ്പിലും കച്ചവട സ്ഥാപനത്തിലും സൂക്ഷിച്ച് വിൽപ്പന നടത്തിയ 30 ലിറ്ററോളം മദ്യം ഇരുവരിൽ നിന്നുമായി പിടികൂടി. പ്രിവന്റീവ് ഓഫീസർമാരായ AC ജോസഫ്, KN മോഹൻദാസ്, സിദ്ധാർത്ഥൻ, സുനിൽ ദാസ്, സിവിൽ എക്സൈസ് ഓഫീസർ ലത്തീഫ്, ശ്രീരാഗ്, നിവ്യ ജോർജ്, സതീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ശനിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. കേബിൾ TV സംരംഭക പ്രസ്ഥാനത്തിന്റെ വക്താവും മുൻനിര സാരഥിയുമായിരുന്ന NH അൻവറിന്റെ കാസർഗോഡ് പുലിക്കുന്നിലെ വസതിയിൽ നിന്നാണ് കൊടിമര ജാഥ ആരംഭിച്ചത്. NH അൻവറിന്റെ പത്നി ആശ അൻവർ ജാഥ ക്യാപ്റ്റൻ COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രജീഷ് അച്ചാണ്ടിക്ക് പതാക കൈമാറി ഫ്ളാഗ് ഓഫ് ചെയ്തു. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്തു. COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M. ലോഹിതാക്ഷൻ, ഷുക്കൂർ കോളിക്കര, COA കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ്, K. പ്രദീപ് കുമാർ, TV മോഹനൻ, KO പ്രശാന്ത്, വിനീഷ് കുമാർ, COA കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഹരീഷ് P. നായർ, മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ, കാഞ്ഞങ്ങാട്, ചെറുവത്തൂർ, തൃക്കരിപ്പൂർ, താവം, കണ്ണൂർ, കൂത്തുപറമ്പ്, കുഞ്ഞിപ്പള്ളി എന്നിവിടങ്ങളിൽ കൊടിമര ജാഥയ്ക്ക് സ്വീകരണം നൽകി. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കൊടിമര ജാഥ കോഴിക്കോട് ബീച്ചിൽ സമാപിച്ചു. ശനിയാഴ്ച വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ പൊതുസമ്മേളനം നടക്കും. ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ പ്രതിനിധി സമ്മേളനം കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ ജൂബിലി ഹാളിലും നടക്കും. തൃശൂർ വടക്കേക്കാട് കപ്ലിയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാനുള്ള മലബാർ ദേവസ്വം ബോർഡിന്റെ നീക്കം സുപ്രീംകോടതി താൽക്കാലികമായി തടഞ്ഞു. ക്ഷേത്രത്തിലേക്ക് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിച്ച മലബാർ ദേവസ്വം ബോർഡ് ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. മലബാർ ദേവസ്വം ബോർഡിനെതിരെ കപ്ലിയങ്ങാട് ദേവീക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി M. ദിവാകരൻ ആണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. സ്വകാര്യ ക്ഷേത്രമാണ് കപ്ലിയങ്ങാട് ദേവീക്ഷേത്രമെന്ന് മാനേജിംഗ് ട്രസ്റ്റിക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ PN രവീന്ദ്രനും അഭിഭാഷകൻ PS സുധീറും സുപ്രീംകോടതിയിൽ ചൂണ്ടിക്കാട്ടി. ക്ഷേത്രത്തിന്റെ അവകാശം സംബന്ധിച്ച കേസ് സിവിൽ കോടതിയുടെ പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് അനുകൂലമായ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു. തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, SV ഭട്ടി എന്നിവർ അടങ്ങിയ സുപ്രീംകോടതി ബെഞ്ച് സ്റ്റേ ചെയ്യുകയായിരുന്നു. കേസിലെ എതിർകക്ഷികൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു.
ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് ബ്ലോക്ക് പ്രസിഡന്റിനെ മാറ്റിയിട്ടും തുടരുന്ന ബൂത്ത് പ്രസിഡന്റുമാരുടെ ഒരു വിഭാഗം അംഗീകരിക്കാത്തത് പുതുക്കാട് കോൺഗ്രസിൽ തലവേദനയാകുന്നു. എ ഗ്രൂപ്പിലെ കെ.പി. വിശ്വനാഥൻ വിഭാഗത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പുതുക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായി ടി.എം. ചന്ദ്രനെ മാറ്റി സുധൻ കാരയിലിനെ പ്രസിഡന്റാക്കിയിരുന്നു. എന്നാൽ ചന്ദ്രനോടൊപ്പം കെ.പി.സി.സി നിയമിച്ച 10 ബൂത്ത് പ്രസിഡന്റുമാർ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇവരുമായി കെ.പി. വിഭാഗം ഇപ്പോഴും നിസ്സഹകരണം തുടരുകയാണ്. ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കാത്ത മണ്ഡലം പ്രസിഡന്റിനെ ബഹിഷ്കരിക്കാനാണ് ഐ വിഭാഗത്തിന്റെ തീരുമാനം. പുതിയ ബ്ലോക്ക് പ്രസിഡന്റിന്റെ തീരുമാനങ്ങൾ ഏകപക്ഷീയമാണെന്നാണ് ഐ ഗ്രൂപ്പിന്റെ ആരോപണം. പാർട്ടിയുടെ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരുടെയും പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നടപടികളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഭവനിൽ ധർണ നടത്താനുള്ള തീരുമാനത്തിലാണ് ഐ വിഭാഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ചാവക്കാട് നഗരത്തിൽ റോഡ് ഷോ നടത്തി. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാർ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ ചാവക്കാട് ഹോച്ചമീൻ പരിസരത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ നഗരം ചുറ്റി ടൗണിൽ സമാപിച്ചു. NK അക്ബർ MLA, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, C സുമേഷ്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ നേതൃത്വം നൽകി. TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹസന്ദേശയാത്ര കോൺഗ്രസ് അളഗപ്പനഗർ ബ്ലോക്കിൽ പര്യടനം നടത്തി. UDF ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു. TJ സനീഷ് കുമാർ ജോസഫ് MLA, DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC സെക്രട്ടറിമാരായ സുനിൽ അന്തിക്കാട്, രാജേന്ദ്രൻ അരങ്ങത്ത് തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. കരുവാപ്പടിയിൽ നിന്നും ആരംഭിച്ച സ്നേഹസന്ദേശയാത്ര വരന്തരപ്പള്ളി പൗണ്ടിൽ സമാപിച്ചു. ഈ യാത്ര ഇവിടെ ആരംഭിക്കുന്നത് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഴുവൻ സ്നേഹ സന്ദേശ യാത്ര ഇതാ കടന്നു വരുന്നു. പ്രിയമുള്ളവർക്ക് CTN പ്രതാപൻ MP കഴിഞ്ഞ നിർമ്മാണത്തിന്റെ ക്യൂറിംഗ് കാലഘട്ടം കഴിയുന്നതിന് മുൻപ് കാന ഗതാഗതത്തിന് തുറന്നുകൊടുത്ത കൗൺസിലറുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാൻ ചാലക്കുടി നഗരസഭാ കൗൺസിൽ തീരുമാനിച്ചു. കൗൺസിലർമാരായ VJ ജോജി, TD എലിസബത്ത് എന്നിവരുടെ പേരിൽ പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്കാണ് യോഗം സെക്രട്ടറിയോട് നിർദ്ദേശിച്ചത്. സൗത്ത് ബസ് സ്റ്റാൻഡ് കണ്ണമ്പുഴ റോഡിൽ നവീകരിച്ച കാനയുടെ കോൺക്രീറ്റിംഗിന് ബലക്ഷയം വരുത്തും വിധം മുകളിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു എന്നാണ് കൗൺസിലർമാർക്കെതിരെയുള്ള പരാതി. ഷിബു വാലപ്പനാണ് യോഗത്തിൽ ഇതു സംബന്ധിച്ച പരാതി ഉന്നയിച്ചത്. നഗരസഭയുടെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ സൃഷ്ടിക്കുന്ന VJ ജോജിയെ താക്കീത് ചെയ്യുമെന്നും ചെയർമാൻ AB ജോർജ് പറഞ്ഞു. കിള്ളിമംഗലത്ത് കെട്ടിടത്തിൽ നിന്നും വീണ് യുവാവ് മരിച്ചു. ചാലക്കുടി സ്വദേശി 26 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പുതിയതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ നിന്നും കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. കെട്ടിട നിർമ്മാണത്തിന്റെ ഭാഗമായി ഡോർ പോളിഷിംഗ് വർക്കിനെത്തിയ യുവാവ് ഫോൺ ചെയ്യുന്നതിനായി കെട്ടിടത്തിന്റെ മുകളിലെ നിലയിലേക്ക് പോയപ്പോഴായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ സതീഷിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വീണ് കിടക്കുന്നത് കണ്ടത്. തുടർന്ന് ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചേലക്കര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രസാദ ഊട്ടിൽ വിളമ്പുകാരനായി സുരേഷ് ഗോപി. ശ്രീവത്സം അതിഥി മന്ദിരത്തിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം കിഴക്കേ ഗോപുരത്തിന് മുന്നിലെത്തി തെച്ചിപ്പൂ സമർപ്പിച്ച് തൊഴുതു. തുടർന്ന് പ്രസാദ ഊട്ട് പന്തലിലെത്തി. അടുത്ത വർഷം മുതൽ പ്രസാദ ഊട്ടിൽ പായസമുണ്ടാകുമെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തുടർന്ന് പന്തലിലേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കുന്ന കവാടത്തിനരികിലെത്തി സുരേഷ് ഗോപി നിയന്ത്രണം ഏറ്റെടുത്തു. പന്തലിലേക്ക് പ്രവേശിക്കുന്നവർ സുരേഷ് ഗോപിയെ തൊടാനും ഫോട്ടോയെടുക്കാനും തിരക്കുകൂട്ടി. വരി അവസാനിച്ചതോടെ സുരേഷ് ഗോപി വിളമ്പുകാരനായി മാറി. 6 വരിയിൽ വിളമ്പിയ ശേഷം അദ്ദേഹം പ്രസാദ ഊട്ട് കഴിച്ചാണ് മടങ്ങിയത്. ആറാട്ട് സദ്യയുടെ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള പ്രസാദ ഊട്ട് സമാപിച്ചു. സമാപന പ്രസാദ ഊട്ടിൽ 4 ലക്ഷത്തോളം ഭക്തർ പങ്കെടുത്തു. കഴിഞ്ഞ 9 ദിവസങ്ങളിലായി 3 ലക്ഷത്തോളം പേരാണ് പ്രസാദ ഊട്ടിൽ പങ്കെടുത്തത്. പകർച്ചയിൽ 5 ലക്ഷത്തിലധികം പേർ പങ്കുകൊണ്ടു. ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠ നടത്തിയ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിലെ ഉത്സവം ആഘോഷിച്ചു. കിഴുപ്പള്ളിക്കര, മൂത്തേടത്തറ, താന്യം, കിഴക്കുമുറി, വടക്കുമുറി, ചാഴൂർ, കുറുമ്പിലാവ്,
ആലപ്പാട്, പുള്ള്, പുറത്തൂർ എന്നീ 7 ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകൾ പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചാണ് കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നത്. ശിവേലി എഴുന്നള്ളിപ്പിന് പൂനാരി ഉണ്ണികൃഷ്ണൻ പഞ്ചാരിമേളമൊരുക്കി. ക്ഷേത്രാങ്കണത്തിൽ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 101 കലാകാരന്മാരെ അണിനിരത്തി പനങ്ങാട്ടിരി മോഹനൻ മാരാർ ഒരുക്കുന്ന പാണ്ടിമേളം അകമ്പടിയായി. ആത്മഹത്യക്കെതിരെ തെരുവുനാടകം അവതരിപ്പിച്ച് മൂർഖനാട് സെയിന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. കരുവന്നൂർ പുഴയിൽ നിരന്തരം ആത്മഹത്യകൾ നടക്കുന്ന സാഹചര്യത്തിൽ യുവാക്കളെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സ്നേഹ സന്ദേശവുമായാണ് വിദ്യാർത്ഥികൾ എത്തിയത്. സ്കൂൾ മാനേജർ ഫാദർ പോളി പുതുശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇരിഞ്ഞാലക്കുട SI സുധാകരൻ ആത്മഹത്യക്കെതിരെ സന്ദേശം നൽകി. വാർഡ് കൗൺസിലർ നസീമ കുഞ്ഞുമോൻ, PTA പ്രസിഡന്റ് MM സുഭാഷ്, UH ഷാജഹാൻ, അധ്യാപകരായ ഫാദർ റിൻഡോ കൊടിയൻ, ബിന്ദു തോമസ്, ജോസഫ് റോൾവിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. കുന്നംകുളം ആർത്താറ്റ് സൗത്ത് നിർമ്മിച്ച 103-ാം നമ്പർ അംഗൻവാടി കെട്ടിടം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ എഞ്ചിനീയർ EC ബിനയ് ബോസ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ നന്മ ചാരിറ്റബിൾ സൊസൈറ്റി അംഗൻവാടിയിലേക്ക് നൽകുന്ന ഫ്രിഡ്ജ് പ്രസിഡന്റ് ഷാജു സൈമൺ അംഗൻവാടി ടീച്ചർ VS സുനിതയ്ക്ക് കൈമാറി. സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏത് കാര്യമെടുത്താലും ഈ അംഗൻവാടി ഇപ്പോൾ പണി കഴിഞ്ഞിട്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ നഗരസഭാ ചെയർപേഴ്സൺ സീതേച്ചി ഈ യോഗത്തിലേക്ക് ജനങ്ങളിൽ നിന്ന് സംഭാവന സമാഹരിച്ചു. ഈ നാട്ടിലെ ജനങ്ങൾ സ്പോൺസറിംഗ് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയ സജീഷ്, നഗരസഭ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മളാണ് മുമ്പിൽ. ആരോഗ്യ പരിരക്ഷയുടെ കാര്യത്തിൽ, വൃത്തിയുടെ കാര്യത്തിൽ നമ്മളാണ്. കയറിക്കിടക്ക വെള്ളിക്കുളങ്ങര ഗവൺമെന്റ് UP സ്കൂളിന് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാൻ 1 കോടി രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. നിലവിൽ കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു UP സ്കൂൾ കെട്ടിടം. KK രാമചന്ദ്രൻ MLAയുടെ നിർദ്ദേശം പരിഗണിച്ചാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കെട്ടിട നിർമ്മാണത്തിനായി തുക അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിനാണ് നിർമ്മാണ ചുമതല. കഥകളാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്നത് എന്ന് യുവ സംവിധായകൻ ടോം ഇമ്മട്ടി പറഞ്ഞു. കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിലെ ദ്വിദിന യൂത്ത് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ആൻഡോ ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ നിക്സൺ കുരുവിള, ഫാദർ അനൂപ് കോലംകണ്ണി, മീഡിയ കോർഡിനേറ്റർ ഡോക്ടർ വിഷ്ണു രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ആർട്ട് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക, ഒരു വിജയമായി മാറട്ടെ. പിന്നെ കഥകളുണ്ടെങ്കിൽ പാഞ്ഞാൾ പഞ്ചായത്ത് പരിധിയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം തുടർക്കഥയാകുന്നു. കിള്ളിമംഗലം പനംകുന്നത്ത് കാവ് വനദുർഗാദേവി ക്ഷേത്രത്തിൽ നിന്ന് 5 ഓട്ടുരുളികൾ മോഷണം പോയി. ക്ഷേത്രം ഭാരവാഹികൾ ചേലക്കര പോലീസിൽ പരാതി നൽകി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഗുരുവായൂർ നഗരസഭയിൽ ജനകീയാസൂത്രണം ആരോഗ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ പരിധിവരെ നമ്മുടെ ജോലി സ്വാഗതം നൽകുന്ന എല്ലാ പിന്തുണയ്ക്കും ഞാൻ നന്ദിയും പറഞ്ഞുകൊണ്ട് പ്രവർത്തകരും ആശാപ്രവർത്തകരും പ്രാവർത്തികമാക്കുവാൻ മെൻസ്ട്രൽ കപ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഗുരുവായൂരപ്പന് ആറാട്ടിന് ശേഷം അഭിഷേകം ചെയ്യാനുള്ള ഇളനീരുമായി പതിവ് തെറ്റിക്കാതെ കിട്ടയുടെ പിന്മുറക്കാർ എത്തി. കിട്ടയുടെ കുടുംബാംഗങ്ങളായ 20-ലേറെ പേരാണ് അഭിഷേകത്തിനുള്ള ഇളനീരുമായി എത്തിയത്. കിഴക്കേ നടപ്പുരയിലെ ഗേറ്റിന് മുൻപിലെത്തിയ ഇരിങ്ങപ്പുറം തമ്പുരാൻ പടിക്കൽ കിട്ടയുടെ കുടുംബാംഗങ്ങളെ ദേവസ്വം അധികൃതർ നിറപറയും നിലവിളക്കും ഒരുക്കി വരവേറ്റു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് കിട്ടയുടെ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളെ മാലയിട്ട് സ്വീകരിച്ചു. ദേവസ്വം ഭരണസമിതി അംഗങ്ങളും കൃഷ്ണനാട്ടം കലാകാരന്മാരും ഭക്തരും ദേവസ്വം ജീവനക്കാരും ചേർന്ന് നാമജപഘോഷയാത്രയായി നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ സംഘത്തെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു.
ദേശീയപാത 66 വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിലെ CI ഓഫീസ് ജംഗ്ഷനിൽ ക്രോസിംഗ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി നടത്തിവരുന്ന സായാഹ്ന ധർണ 100 ദിവസം പിന്നിട്ടു. 100ാം ദിനത്തിന്റെ ഭാഗമായി ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. സമരപന്തലിൽ നിന്നും ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. കർമ്മസമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് KK അൻസാർ, ചെയർമാൻ RM പവിത്രൻ, KC ജയൻ, P സുരേഷ്, ഡോക്ടർ OG വിനോദ് തുടങ്ങിയവർ ജനകീയ മാർച്ചിന് നേതൃത്വം നൽകി. നമ്മള് എല്ലാ ജനങ്ങളും ഈ ജാഥ വളരെയധികം ഉണ്ട്. ഒരു 90% നമുക്ക് സാധ്യതയായിട്ടുണ്ട്. നമുക്ക് രേഖാമൂലം ഒരു ഉറപ്പും കൂടി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുവരെ നമുക്ക് സമരം തുടർന്നു പോവുകയും ഇത് വളരെയധികം നല്ല രീതിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലിശ്ശേരി പൂരത്തിനിടെ ആനയടഞ്ഞു. ആളുകൾ ചിതറിയോടിയെങ്കിലും ആർക്കും പരിക്കില്ല. വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ 2ാം ഘട്ട സർവേ നടപടികൾ പുരോഗമിക്കുന്നു. വടക്കാഞ്ചേരി ഒട്ടുപാറ ടൗണുകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായാണ് ബൈപ്പാസ് നിർമ്മിക്കുന്നത്. സംസ്ഥാനതല മലയോര പട്ടയ വിവരശേഖരണത്തിന് തൃശൂരിൽ തുടക്കമായി. മലയോര പട്ടയ വിവരശേഖരണത്തിലൂടെ സംസ്ഥാനത്ത് സർക്കാർ പുതുചരിത്രം സൃഷ്ടിക്കുകയാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പട്ടയ വിവരശേഖരണം നടന്ന വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് നാരായണമംഗലത്ത് വീട്ടിൽ അനധികൃതമായി വിൽപ്പനയ്ക്ക് സൂക്ഷിച്ച 52 കുപ്പി മദ്യം എക്സൈസ് പിടികൂടി. എക്സൈസ് സംഘത്തിന് നേരെ വളർത്തുനായയെ അഴിച്ചുവിട്ട് പ്രതി രക്ഷപ്പെട്ടു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് ശനിയാഴ്ച തുടക്കമാകും. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൊടിമര ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.